സമൂഹ മാധ്യമങ്ങളെ മൊത്തം ഇവർക്ക് അവരുടെ നിയന്ത്രണത്തിന് ഫേസ്ബുക്കിലൊക്കെ കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് കട്ട് ചെയ്യാം. ജന്തർ മന്ദറിലൊക്കെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നെറ്റ് അവർ കട്ട് ചെയ്തു. ഈ അത്തരത്തിൽ വാർത്താവിനിമയങ്ങളെ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഇതിൻ്റെ വിള്ളലുകളിലും വിടവുകളിലൂടെയും പുതിയ സങ്കേതങ്ങൾ വികസിപ്പിക്കാനായിട്ട് ഈ പ്രക്ഷോഭകർക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കമ്മ്യൂണിക്കേഷൻ വ്യവസ്ഥയും അതുപോലെ തന്നെ ഈ സമര ആസൂത്രണവും എല്ലാം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇന്നത്തെ കാലത്ത് എന്താണ്, ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പെർഫോമൻസാണ് നടക്കുന്നത്. അതിനകത്ത് ജെന്യുവിനിറ്റി ഇല്ല, സിൻസിയറിറ്റി ഇല്ല, ഓണസ്റ്റി ഇല്ല. ഇതാണ്. അതേസമയം ഈ പറയുന്ന വികേന്ദ്രീകൃതമായി സ്വയം ഭൂ എന്ന് വിളിക്കപ്പെടാവുന്ന സ്വയം ആവിർഭവിക്കുന്ന ഈ ജനസഞ്ചയങ്ങൾ, ബഹുജന കൂട്ടങ്ങൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് പുതിയൊരു സത്യസന്ധതയുണ്ട്. നമ്മൾ ഈ ഇന്ത്യയിലെ ഭരണകൂടം അതോറിറ്റേറിയൻ ഭരണകൂടമായി പരിണമിക്കുന്നത് അവർ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മീഡിയ വാർത്താമാധ്യമങ്ങളെ കൈയടക്കിക്കൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളുടെ ഉടമകളായിട്ട് ഇന്ത്യയിലെ അദാനി അംബാനി പോലുള്ള കോർപ്പറേറ്റ് ശക്തികൾ മാറുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ഭരണവർഗവും ഈ കോർപ്പറേറ്റ് ശക്തികളും ഒരുമിച്ച് ചേരുകയും അങ്ങനെ ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ വിനിമയ വ്യവസ്ഥയുടെ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാവേണ്ട, സന്ദേശവാഹകരാവേണ്ട, നമ്മുടെ സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ ഉള്ള ശബ്ദമായി, ബദൽ ശബ്ദമായി മാറേണ്ടിയിരുന്ന വാർത്താമാധ്യമങ്ങളെ ഒന്നടക്കം കോർപ്പറേറ്റ് മാധ്യമങ്ങളെ മുഴുവനായി ഭരണകൂടം അനുകൂലമാക്കി, ഭരണകൂടാനുകൂലികളാക്കി മാറ്റുന്നു. കോർപ്പറേറ്റ് സമ്പത്ത് വ്യവസ്ഥയും കീഴിലാകുമ്പോൾ സ്വാഭാവികമായി ആ കോർപ്പറേറ്റ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന് അനുകൂലമായി ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ മീഡിയകളും മാറി. പക്ഷേ ഇതെന്താ സംഭവിച്ചത്? ഇത്തരത്തിലുള്ളൊരു നിർണയം അല്ല, ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം വാർത്താമാധ്യമങ്ങൾക്ക് മേൽ ഭരണകൂടത്തിന് വലിയ നിയന്ത്രണം വരുമ്പോൾ അവരറിയാതെ സംഭവിച്ച മറ്റൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങൾ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളെ മൊത്തം ഇവർക്ക് അവരുടെ നിയന്ത്രണത്തിന് ഫേസ്ബുക്കിലൊക്കെ കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് കട്ട് ചെയ്യാം. ജന്തർ മന്ദറിലൊക്കെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നെറ്റ് അവർ കട്ട് ചെയ്തു. ഈ അത്തരത്തിൽ വാർത്താവിനിമയങ്ങളെ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഇതിൻ്റെ വിള്ളലുകളിലും വിടവുകളിലൂടെയും പുതിയ സങ്കേതങ്ങൾ വികസിപ്പിക്കാനായിട്ട് ഈ പ്രക്ഷോഭകർക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കമ്മ്യൂണിക്കേഷൻ വ്യവസ്ഥയും അതുപോലെ തന്നെ ഈ സമര ആസൂത്രണവും എല്ലാം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഞാനതിനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ നമ്മുടെ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഘടനയും അവർ സംഘടിപ്പിക്കുന്ന സമരങ്ങളുടെ ഘടനയുമെല്ലാം ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും. ഒരു അൾട്ടിമേറ്റായ ഒരു അധികാര കേന്ദ്രത്താൽ എല്ലാം നിയന്ത്രിക്കപ്പെടും. പക്ഷെ നമ്മളിപ്പോൾ കണ്ട ഈ സമരത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു പരമമായ അധികാര കേന്ദ്രത്താൽ നിയന്ത്രിക്കപ്പെട്ടതല്ല. പകരം അത് വികേന്ദ്രീകൃതമായി സ്വയം സംഘടിച്ച് എത്തുന്നതാണ്. നമ്മളിവിടെ ബി രാജീവിനെ പോലുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ചിന്തകനെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു മൾട്ടിറ്റ്യൂഡ് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അത് ഒരുപക്ഷെ ആൻ്റോണിയോ നെഗ്രിയെയും മൈക്കൽ ഹാർത്തിനെയും പോലുള്ള അതിനെ എത്രത്തോളം അവരുടെ മുഴുവൻ ഇതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തേക്ക് അങ്ങനെ ഒരു സാമ്രാജ്യത്വ സങ്കല്പനം തന്നെ അവർ നിരാകരിക്കുന്നുണ്ട്. അമേരിക്ക നേരിട്ട് തന്നെ ലോകത്ത് ഇടപെടൽ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൈനികമായും അല്ലാതെ. പക്ഷേ ഈ ഡെല്യൂസിൻ്റെ അടക്കമുള്ള പുതിയ ചിന്തകരുടെയൊക്കെ ഇത് അവരുടെ താത്വികമായ നിഗമനങ്ങളെയും രീതികളെയും വിശകലന രീതികളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യ വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഈ ജനസഞ്ചയ രാഷ്ട്രീയത്തെക്കുറിച്ച് മലയാളികളോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജീവൻ സാറാണ്. ബി രാജീവൻ എന്ന ചിന്തകൻ തന്നെയാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം നൽകാൻ കഴിയാത്ത വിധം ഈ സമരങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം ഒരേ കളി നിയമമാണ് പിന്തുടരുന്നത്. അവരുടെ എല്ലാം തന്നെ ദേ ആർ പെർഫോമിങ് ഫോർ സംതിങ് എൽസ്. ഇന്നത്തെ കാലത്ത് എന്താണ്, ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പെർഫോമൻസാണ് നടക്കുന്നത്. അതിനകത്ത് ജെന്യുവിനിറ്റി ഇല്ല, സിൻസിയറിറ്റി ഇല്ല, ഓണസ്റ്റി ഇല്ല. ഇതാണ്. അതേസമയം ഈ പറയുന്ന വികേന്ദ്രീകൃതമായി സ്വയം
ഭൂ എന്ന് വിളിക്കപ്പെടാവുന്ന സ്വയം ആവിർഭവിക്കുന്ന ഈ ജനസഞ്ചയങ്ങൾ, ബഹുജന കൂട്ടങ്ങൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് പുതിയൊരു സത്യസന്ധതയുണ്ട്, അതിനൊരു ജെനുവിനിറ്റിയുണ്ട്, ആത്മാർത്ഥതയുണ്ട്. ഇത് നമ്മുടെ എല്ലാം മനസ്സിനെ നേരിട്ട് സ്പർശിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു റെലവൻസ് അതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇടതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അപ്പോൾ കോൺഗ്രസും CPM പോലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നേതൃത്വപരമായ പങ്ക് തന്നെ ഈ ജന്തർ മന്ദിറിൽ വഹിച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്വയം മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പുതിയ കാലത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് ഘടനാപരമായ മാറ്റം ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റത്തിന് തയ്യാറാവണം. ഘടനാപരമായി തന്നെ പാർട്ടികൾ മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ ഈ സമരങ്ങൾക്കൊന്നും അതിൻ്റെ നേതൃത്വത്തിൽ എത്താനായിട്ട് ഇവർക്കാർക്കും കഴിയില്ല. അതാണ് പിന്നെ നമ്മൾ ഇതിനകത്തുള്ളൊരു പരിമിതി. ഒരുപക്ഷെ ഇത്തരം ഈ സ്വയോത്ഭവിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വയം ഭൂവായി വരുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻകൂർ ആസൂത്രണമില്ലാതെ വിദ്യാർത്ഥികളോ യുവജനങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗങ്ങളോ ബഹുജനങ്ങളോ ഒക്കെ സംഘടിച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രക്ഷോഭങ്ങൾക്ക് രണ്ട് തരം സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പുരോഗമനപരമായ ദിശയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും അതിനെ ഗുണപരമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കും നീങ്ങാം. തിരിച്ച് അത് അരാജകത്വത്തിലേക്കോ യാഥാസ്ഥിതികമായ മൂല്യവ്യവസ്ഥകളിലേക്ക് സമൂഹത്തെ പിന്നോട്ടടുപ്പിക്കുന്ന രീതിയിലും ആവാം. ആ അർത്ഥത്തിൽ ചില ആസൂത്രിതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഈ നമ്മൾ CJP പോലുള്ളൊരു പ്രസ്ഥാനം അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റായി ഭാവിയിൽ മാറുമോ എന്നുള്ളത് നമ്മൾ ഇനി കാണേണ്ടിയിരിക്കും.